ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് നമ്മൾ പഴം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം ചെറിയതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു നുള്ള ഉപ്പ്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെയാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വൈറ്റും ബ്ലാക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കട്ടയൊന്നും ഇല്ലാതെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ആയതുകൊണ്ടാണ് നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡർ ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചെറിയൊരു മുറുക്കിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തത്. ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെയായി മാവ് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് ഭാഗവും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഡാർക്ക് ആക്കണ്ട, ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. കാരണം അതിൽ എണ്ണ ഉണ്ടാകുമ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ ക്രിസ്പി ആയിട്ട് വന്നത് ഇതുപോലെ നീളനെ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മുറുക്ക് പോലെ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ക്രിസ്പിനെസ് ഇതുപോലെ വടി പോലെയായിട്ട് ഉണ്ടാക്കിയെടുത്തപ്പോഴായിരുന്നു. നമ്മൾ ഫ്രൈ ചെയ്ത അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന ആ സമയത്ത് ചെറിയൊരു സോഫ്റ്റ്നെസ്സിലാണ് ഇരിക്കാറ്. എന്നിട്ട് അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ക്രിസ്പിനെസ് കൂടുതലായിട്ട് വരിക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു ഇത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.